ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് വീഡിയോ ആട്ടോ ഇട്ടേക്കുന്നത്. എന്നും നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ. രാവിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാൻ പോവല്ലേ. അപ്പം നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാട്ടോ ഞാൻ നടത്തുന്നത് ഇന്ന്. അപ്പം രാവിലെ തന്നെ ജനലും വാതിലുകളും തട്ടിക്കൊട്ടാനാട്ടോ ഞാൻ നിന്നത്. ചുക്കിരി തട്ടൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടില്ല, വീഡിയോസ് എടുത്തില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ചുക്കിരികളെല്ലാം തട്ടിയിരുന്നു കേട്ടോ, വീടിന് ചുറ്റോട് ചുറ്റും. പിന്നെ അകത്തുള്ളതും ചുക്കിരിയൊക്കെ തട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ ബ്രഷ് വെച്ച് അന്ന് അടിച്ചുവാരി അങ്ങനെ തുടച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എന്നും നമ്മൾ തുടയ്ക്കണമല്ലോ അല്ലേ. ചുക്കിരി തട്ടിയ ഉടനെ തുടയ്ക്കണം. പിന്നെ ജനൽ ക്ലീനാക്കിയാൽ നമ്മുടെ വീടുകൾ പൊടിയാവും. അതും നമ്മൾ ക്ലീനാക്കണം. അപ്പം നമുക്ക് എല്ലായിടും തട്ടിക്കൊട്ടി ക്ലീനാക്കലാട്ടോ ഇന്നത്തെ എൻ്റെ ജോലി. ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സ്ഥലവും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ടി വരും അല്ലേ. അലക്കണം പിന്നെ എല്ലാം. പൊടി പാറൂലേ. നല്ല പൊടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ ജനലിലൊക്കെ. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടിട്ടില്ല, എന്തായാലും അലക്കാനെടുക്കാനുള്ള കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ ബെഡൊന്നും ക്ലീനാക്കാതെ കേട്ടോ പോയത്. അപ്പോൾ കണ്ടില്ലേ, അവിടെ നമ്മളൊരു കണ്ടോ, നിങ്ങളെല്ലാവരും കണ്ടോ അതെന്തായിരിക്കുന്നതെന്ന്? അതാണ് നമ്മുടെ സർപ്രൈസ്. ഇനി അവനെ നമുക്ക് എടുക്കണം കേട്ടോ. അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്ന് തട്ടിക്കൊട്ടാൻ നിന്ന് കഴിഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഒരു സൈഡിൽ നിന്ന് പോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ വന്ന് കൂടുകൂട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ അവരൊന്ന് കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ വേറൊരു ഭാഗത്ത് വന്ന്, വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം കടന്നൽ കൂടുണ്ട്. ഒരു ദിവസം എനിക്കൊരു കുത്ത് കിട്ടുകയും ചെയ്തു കേട്ടോ. അതിന് നല്ല രുചിയുണ്ട് കേട്ടോ. ആ കുത്തലിൻ്റെ വേദന ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കിതിനെ കാണുന്ന പേടി. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടു അവിടെ മെല്ലെ മറച്ച് വെച്ചിട്ട് ഇങ്ങ് പോരുക കേട്ടോ ചെയ്തത്. എടുക്കാൻ എനിക്ക് പേടിയുണ്ട് കേട്ടോ. എനിക്കറിയേയില്ല, ഞാനെടുത്ത അവർ മുഴുവനും എന്നെ വളഞ്ഞിട്ട് കുത്തുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ പിന്നെ അമ്മയ്ക്കും എപ്പോഴും വന്ന് എടുക്കാനൊന്നും അമ്മയ്ക്കും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോടും പറയാനൊന്നും പോയില്ല കേട്ടോ. പക്ഷേ ഇന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും അവരൊന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ ജനലുകളും ഒക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അടുത്ത വീടാട്ടോ. നമ്മുടെ ഒരു ജനലിൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പിൻ്റെ അപ്പുറം നമുക്ക് അടുത്ത വീടുണ്ട് കേട്ടോ, നമ്മുടെ കിച്ചണിനോട് ചേർന്ന് തന്നെ അപ്പുറം സൈഡിലുവേ. അപ്പോൾ ഇതൊക്കെ എല്ലാ ഭരണികളും ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കബോർഡില്ലാത്തതുകൊണ്ട്. ഇനി എനിക്ക് അടുത്തതായിട്ട് മേടിക്കേണ്ട ഈ കുപ്പികളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡാട്ടോ, അത് ഞാൻ മേടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജനലിൻ്റെ ഇതേ കൂടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇനി അതിൽ സ്റ്റാൻഡ് മേടിച്ചാലും നമ്മുടെ കുപ്പികൾ എന്തായാലും അവിടെ വെക്കേണ്ടിയും വരും. നമുക്ക് എന്തോരം വെച്ച് കഴിഞ്ഞാലും ഈ മസാല ടിന്നുകളുടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ തട്ടിക്കൊട്ടി കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? തുടയ്ക്കണം. പിന്നെ നമ്മൾ കവറുകളൊക്കെ അലക്കണം. ഒക്കെയുണ്ട് പണി കേട്ടോ. അപ്പോൾ ദിവസവും ഇങ്ങനെ ഓരോ പണികളാണല്ലേ. നമ്മൾ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ജോലികളാട്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ പൊടി എടുത്തുകൊണ്ട് അകത്തൊന്നും അധികം പൊടിയൊന്നും ചാടിയിട്ടില്ല കേട്ടോ. എങ്കിലും ഈ പാറുന്ന പൊടിയില്ലേ, തട്ടുമ്പോൾ പാറുന്ന സൈസ് പൊടി അതാട്ടോ. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു, അമ്മ കടന്നലിനെ പിടിക്കാൻ പോകുന്ന പോക്കാട്ടോ. തുണി നനച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ നനച്ചു കൊടുത്ത തുണി അത്ര നല്ല തുണിയല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു അപാകതയും ഉണ്ടേ. പക്ഷെ അമ്മ കടന്നലിനെ കുത്തി കൈ കിട്ടിട്ടോ. കടന്നൽ അമ്മയുടെ കൈ കുത്തി പാവം തോന്നി. ഞാൻ വിനാഗിരിയൊക്കെ ഇട്ട് വേഗം ഞാൻ വിനാഗിരി എടുക്കാൻ പോയി വിനാഗിരി എടുത്തുകൊണ്ട് വന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. അത് അമ്മ പറഞ്ഞു, അതിനെ കൊല്ലുമൊന്നും ചെയ്യേണ്ട, ആ കൂടെടുത്ത് അതേപടി പുറത്തേക്ക് ഇട്ടാൽ മതി, പാവങ്ങളാന്ന് പറഞ്ഞാൽ അമ്മ ഉപദ്രവിക്കൊന്നുമില്ല, ഒന്നിനും കൊല്ലാൻ സമ്മതിക്കില്ല കടന്നലിനെയും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂച്ചകളും ജീവികളും ഒക്കെ ഭയങ്കര ഇതായിട്ട് ഈ ക്രൂ പീറ്റും ഒക്കെ കണ്ടില്ലേ നിങ്ങൾ. പിന്നെ വിരുന്നുകാരിയായിട്ട് വരുന്ന പൂച്ചയൊക്കെ. പിന്നെ കടന്നലിനെ പോലും അമ്മയെ കൊല്ലാൻ സമ്മതിക്കുകയില്ല കേട്ടോ. ഒരു കൊതുകിനെ പോലും അമ്മ കൊല്ലാൻ സമ്മതിക്കുകയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാട്ടോ അമ്മയുടെ. എല്ലാത്തിനും ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമേ അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം കേട്ടോ. അപ്പം ഞാൻ ആ കടന്നൽ കൂടെ എടുത്ത് പുറത്തേക്ക് കളയുക കേട്ടോ ചെയ്തത്.
പിന്നെ അവിടെയൊക്കെ നല്ലോണം ജനലൊക്കെ മുഴുവൻ പൊടി തട്ടിയിട്ടോ. അടുത്ത റൂമാട്ടോ, അത് മോൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ അവിടെയും ജനലൊക്കെ പൊടി തട്ടി. ഇനി ഈ കർട്ടനുകളൊക്കെ കഴുകുന്ന ഒരു ജോലിയുണ്ട് കേട്ടോ, അതൊരു വേറെ ദിവസത്തേക്ക്. എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല കേട്ടോ എന്തായാലും. പിന്നെ ഒരു സെക്ഷൻ അടിച്ചുവാരൽ കഴിഞ്ഞു, പിന്നെ ഒരു സെക്ഷൻ തുടയ്ക്കൽ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആട്ടോ ചെയ്തത്. പിന്നെ അടുത്തത് ക്ലീൻ ചെയ്തത്. അപ്പോൾ പൊടിയുടെ നല്ലൊരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ച് വെച്ചിട്ട് വന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് മുന്നേ ഹാർപ്പിക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ നേരത്തെ ഒഴിച്ച് വയ്ക്കുന്നത്. പിന്നെ ക്ലീൻ ചെയ്തത് ബാത്റൂമാട്ടോ. ഇപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ബാത്റൂം ക്ലീനിങ്ങിലേക്ക് പോയിട്ടോ. ബാത്റൂം ക്ലീൻ ചെയ്ത് ലാസ്റ്റേ ഞാൻ ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുളിക്കണം അല്ലേ. പിന്നെ ഒരു സെക്കൻഡ് നിൽക്കാൻ നേരമില്ല. എനിക്ക് ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ കുളിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ബാത്റൂം ക്ലീനാണ് അവസാനം ചെയ്യുന്ന ജോലിയും. ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കുളിച്ച് കയറുകയും ചെയ്യും കേട്ടോ. ദിവസവും ഞാൻ ഡെറ്റോള്, പിനോയിൽ, ഹാർപ്പിക്കോ ഒക്കെ ബാത്റൂമുകളിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കില്ലെന്നൊക്കെ പറയലുണ്ട് ഇതൊക്കെ പോവുമെങ്കിലും. പക്ഷെ നമ്മുടെ വെള്ളം കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കറ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാട്ടോ ഇതെപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ടും വരുന്നത്. പിന്നെ ഇന്നൊരു വല്ലാത്ത ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ തട്ടിക്കൊട്ടി തന്നെ മടുത്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭിത്തിയൊന്നും തേച്ച് കഴുകിയില്ല. നിലവും പിന്നെ ഈ സിങ്കുകളൊക്കെ കഴുകിയിട്ടുള്ളൂ കേട്ടോ. ഭിത്തി കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതും നല്ല പണിയാവുകൊണ്ട് ഞാൻ മടുത്തിരുന്നു. പിന്നെ പൈപ്പുകളൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി ഇറങ്ങിപ്പോന്നു കേട്ടോ. ഇത് ചെയ്യുമ്പോഴും എനിക്ക് കുളിക്കണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. എനിക്ക് ബാത്റൂം ക്ലീൻ ചെയ്ത ഉടനെയുള്ളൊരു ചിന്തയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് അന്നേരം തന്നെ കുളിക്കണം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ക്ലീൻ ചെയ്യുമല്ലേ, അതൊന്ന് നമുക്കതിൻ്റെ വാതിലുകളും ഒന്ന് തുടയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ 2 ബാത്റൂമേ നമുക്കുള്ളിലുള്ളൂ കേട്ടോ. ഒരെണ്ണം പുറത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ടാക്കാൻ പറ്റില്ല. മുഴുവനും പാറയും കല്ലിക്കെട്ടും കേട്ടോ. അതുകൊണ്ട് പുറത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. പിന്നെ മുകളിൽ ബാത്റൂമുണ്ട്, അത് പക്ഷേ പണി കഴിഞ്ഞില്ലല്ലോ. അപ്പം നമ്മളെന്നും ഈ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയില്ല നമ്മുടെ ഈ വാതിലുകളിലും വാതിൽപ്പാളികളിലും ഉണ്ടാവില്ലേ ബാക്ടീരിയ അണുക്കളൊക്കെ. അപ്പോൾ അതും ഒരു ഡെറ്റോള് തുണി വെച്ച് ഞാൻ തുടയ്ക്കും കേട്ടോ. എപ്പോഴും ക്ലീനായിട്ടിരുന്നാൽ നമ്മുടെ വാതിലുകളും ജനലും നമുക്ക് അസുഖങ്ങളും കുറയ്ക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഈ വാതിലുകളൊക്കെ അല്ലെങ്കിൽ ബാത്റൂം വാതിലൊന്നും ഇതൊക്കെ നമുക്ക് അറിയാതിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പം മറ്റുള്ളവരിലേക്കും കൂടി വേണ്ടിയിട്ട് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് കൂടിയാട്ടോ ഞാനിത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ക്ലീനിങ് കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ നാളെ തന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.